ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഇവിടെ മൂന്ന് അതിഥികളും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഉന്നത നീതിപീഠത്തോട്, ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിനോടുള്ള വിശ്വാസമാണ്. വി ആർ ഹിയർ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ വി ആർ ഹിയർ എന്ന് പറഞ്ഞിരിക്കുന്നത് BJP എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അല്ല, ഇത് പലപ്പോഴും നമ്മൾ കേട്ടതല്ലേ വി ആർ ഹിയർ എന്നുള്ളത്. കോടതി ഇടയ്ക്ക് നേരത്തെ പരാമർശങ്ങളല്ലേ. ഞാൻ അതിനിടയ്ക്ക് വേണോടൊരു റിക്വസ്റ്റ്. ഇപ്പോൾ എൻ്റെ തൊട്ടു മുമ്പ് സംസാരിച്ച CPM-കാരൻ കാട് കയറിയപ്പോൾ താങ്കൾ തടഞ്ഞില്ല, എനിക്കതിൽ പരാതിയില്ല. പക്ഷേ ഞാൻ വിഷയം സംസാരിക്കുമ്പോൾ താങ്കൾ എന്നെ തടയരുത് എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. താങ്കൾ ഇവിടെ പറഞ്ഞു ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. വേണു, ആരുടെ ആശങ്കയാണ് വർദ്ധിപ്പിക്കുന്നത്? അധികാരത്തിന്റെ ഇടനാഴികകളിൽ കൈകാലിട്ടടിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മ എന്താ പറഞ്ഞത്? ഞാൻ അങ്ങനെ തടസ്സപ്പെടുത്തുകയല്ല. എന്ത് സംഭവിച്ചാൽ രാജിവെക്കുമെന്നാണ് പറഞ്ഞത്. അത് ആരുടെ ആശങ്ക പരിഗണിച്ചുകൊണ്ടാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്? നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ? താങ്കൾ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറയണോ അതല്ല ഇപ്പൊ? അല്ല, അങ്ങ് പറയുകയാണ് ആരുടെ ആശങ്ക എന്ന്. ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, അങ്ങയുടെ അസം മുഖ്യമന്ത്രി ആരുടെ ആശങ്കയെ പറ്റിയാണ് പറഞ്ഞത് എന്ന്. രാജിവെച്ചൊഴിയും എന്ന് പറഞ്ഞത് ഏത് ആശങ്കയുടെ ഭാഗം പരിഗണിച്ചുകൊണ്ടാണ്? താങ്കൾ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ വാചക ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട താങ്കൾ പറഞ്ഞതെന്നാണ് ഞാൻ ഇനി എന്തെങ്കിലും ഈ ആശങ്ക അളക്കുന്നത്. അല്ല, ഇതേ വിഷയം തന്നെയാണെന്ന് ഹിമന്ത ബിശ്വ ശർമ്മയും പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ മാറ്റിയിട്ടൊന്നുമില്ല, അങ്ങ് തുടർന്നോളൂ. വേണു പ്ലീസ്, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കും. ദയവ് ചെയ്ത് എന്നെ കൂടി നിങ്ങൾ കേൾക്കണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. അതല്ലെങ്കിൽ പിന്നെ ചർച്ചയ്ക്ക് ഇതിന് അർത്ഥമില്ലല്ലോ. ഈ ആശങ്ക ആരുടേതാണ്? ആശങ്കയുടെ അളവുകോൽ എന്താണ്? ആശങ്ക നാം അറിയുന്നത് എന്താണ്? ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ മുമ്പാകെ ഒരു പ്രകടന പത്രികയും വെച്ചു ചെന്ന് അതിന് അംഗീകാരം കിട്ടുമ്പോൾ അത് നടപ്പിലാക്കുമ്പോഴാണോ നമുക്ക് ആശങ്ക ഉണ്ടാകേണ്ടത്? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ താങ്കളോട്, എന്നാണ് ഈ ആശങ്ക നമുക്കൊക്കെ വന്നു തുടങ്ങിയത്? എൻ്റെ തൊട്ട് മുമ്പ് സുഹൃത്ത് കുറേ വാക്യങ്ങൾ അടിച്ചല്ലോ. ഞാൻ 2019 ഇന്ത്യ രാജ്യം മുഴുവൻ ഈ ചർച്ച നടന്നപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ എഴുതിയ ഒരു ക്യാപ്ഷനും വാർത്തയും 2012 ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയ ഒരു വാർത്തയും വേണുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. When Prakash Karat batted for the persecuted, Times of India 2019 ഡിസംബർ മാസം 18, ഒറ്റ വാചകം. Suitable amendment to clause 21B of CCA 2003 in relation to minority refugees from Bangladesh. A majority of minority refugees are SC STs, Namashudras and Maijis. We reminded the speech of Manmohan Singh in Rajya Sabha seeking liberal approach to citizenship of these unfortunate people who faced persecution like Bangladesh. അതിൻ്റെ മലയാള പരിഭാഷ എന്താ വേണു? തീർന്നില്ല. മൻമോഹൻ സിംഗ് പറയുന്നു, പ്രകാശ് കാരാട്ട് പറയുന്നു, ബംഗ്ലാദേശിലെ റിലീജിയസ് പെർസിക്യൂഷൻ നേരിട്ട അവിടുത്തെ മൈനോറിറ്റികൾക്ക് ബാക്കി കൂടി കേൾക്കണം. ഹി കോട്ടഡ് സിംഗ് വിത്ത് റിഗാർഡ് ടു ദ ട്രീറ്റ്മെന്റ് ഓഫ് റെഫ്യൂജീസ് ആഫ്റ്റർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യൻ മൈനോറിറ്റീസ് ഇൻ കൺട്രീസ് ലൈക്ക് ബംഗ്ലാദേശ് ഫേസ്ഡ് പെർസിക്യൂഷൻ ആൻഡ് ഇറ്റ് ഈസ് അവർ മോറൽ ഒബ്ലിഗേഷൻ ടു ദോസ് അൺഫോർച്ചുനേറ്റ് പീപ്പിൾ ഗ്രാൻഡിങ് സിറ്റിസൺ ടു ദം ഷുഡ് ബി മോർ ലിബറൽ. എന്താ വേണു ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? 2012 ഇവരാവശ്യപ്പെട്ട കാര്യം 14 മോഡി വന്നതുകൊണ്ട് മാത്രമാണോ വാക്കുകൾ മാറ്റമുണ്ടാകുന്നത്? മൻമോഹൻ സിംഗ് ഇത് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അവർ ആ രാജ്യത്തിലെ മൈനോറിറ്റീസിന് ലിബറൽ കൺസിഡറേഷൻ വേണമെന്നും ഒറ്റ സെക്കൻഡ്